ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. നാളെ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനം ഇന്ന് പൂർത്തിയായിരുന്നു. കേവലം 5 മിനിറ്റ് മാത്രമായിരുന്നു ഈ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നത്. മാധ്യമപ്രവർത്തകനായ ധനഞ്ജയ ആയിരുന്നു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് മാനേജ്മെന്റ് തട്ടിമാറ്റി അതിനൊന്നും ഉത്തരം നൽകാൻ തയ്യാറായില്ല എന്ന ആരോപണം ഇപ്പോൾ മാധ്യമപ്രവർത്തകർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ധനഞ്ജയന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്: കേരള ബ്ലാസ്റ്റേഴ്സ് മാധ്യമങ്ങളെ മൂടിവെക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകനായ അരുൺ ജോർജിന്റെ ചോദ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ക്ലബ്ബ് അത് തട്ടിമാറ്റുകയായിരുന്നു. അതിന് മറുപടി പറയാൻ അവർ തയ്യാറായില്ല. ഇത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. മാധ്യമങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. ഇതാണ് ധനഞ്ജയ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. അതേസമയം അരുൺ ജോർജ് ആ ഒരു ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ക്ലബ്ബ് ഉത്തരം നൽകാൻ തയ്യാറാവാത്ത അതല്ലെങ്കിൽ തട്ടിമാറ്റിയ ആ ഒരു ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് അരുൺ ജോർജ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ 3 ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. അത് TG പുരുഷോത്തമനോടുള്ള ചോദ്യങ്ങളായിരുന്നു. ഒന്നാമത്തെ ചോദ്യം: കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസൺ പരാജയമായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രണ്ടാമത്തെ ചോദ്യം: അതെ എന്നാണ് ഉത്തരമെങ്കിൽ എവിടെയാണ് ക്ലബിന് പിഴച്ചത്? സ്ക്വാഡിനാണോ പോരായ്മ, അതല്ലെങ്കിൽ പരിശീലക സംഘത്തിനാണോ പോരായ്മ? ഇനി മൂന്നാമത്തെ ചോദ്യം: ക്ലബിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു? ഇതൊക്കെയായിരുന്നു മാധ്യമ പ്രവർത്തകരുടെ 3 ചോദ്യങ്ങൾ. എന്നാൽ ഇതിന് മറുപടി നൽകാൻ ക്ലബ്ബ് തയ്യാറായിട്ടില്ല. ഇതിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുള്ളത്. മാധ്യമ പ്രവർത്തകരെ കൂടി അടിച്ചമർത്താൻ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. പല മാധ്യമ പ്രവർത്തകരും ഇതിനെതിരെ ഇപ്പോൾ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.